ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തെക്കൻ. പിന്നൊരു ചൂരമീൻ ബിരിയാണി വെക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് മീനൊക്കെ കിട്ടി. ആദ്യം കറി വയ്ക്കുക എന്നൊക്കെയാണ് കരുതിയത്. ആ രീതിക്കായിരുന്നു കട്ട് ചെയ്തതും. പിന്നീടാണ് പ്ലാനൊക്കെ ഒന്ന് മാറ്റിയതും. ശരി, എന്നാൽ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ശരി, ചെറുതായി മുറിച്ചാലും കുഴപ്പമില്ല, നല്ലൊരു ബിരിയാണി ആക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ബിരിയാണി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെക്കുന്ന ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു ട്രിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ. അപ്പോൾ ആദ്യം നമുക്ക് മീൻ ബിരിയാണിക്കുള്ള മീനൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് ഒരു 3 സ്പൂൺ കേട്ടോ, ചെറിയ സ്പൂണിന് 3 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിലർ മഞ്ഞൾപ്പൊടി ഇടാതെയും ചെയ്യാറുണ്ട്, ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ 1/4 സ്പൂണ് ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചെറുനാരങ്ങ നീരാണ്. അപ്പോൾ അതില്ലെങ്കിൽ കുറച്ച് നമുക്ക് വിനാഗിരി ചേർക്കാം കേട്ടോ, ചെറുനാരങ്ങ നീരില്ലെങ്കിൽ. അപ്പോൾ ഞാനിവിടെ ചെറുനാരങ്ങ നീരാണ് കേട്ടോ ചേർത്ത് വെക്കുന്നത്. എന്നിട്ട് ഇത് എല്ലാം കൂടി നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യണം. മീനൊക്കെ മുറിച്ചതിട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ മീൻ ഇങ്ങനെ ചെറുതായി പോയിട്ട്, അപ്പോൾ നിങ്ങളൊക്കെ ഇനി മീൻ ബിരിയാണി വെക്കുകയാണെങ്കിൽ റൗണ്ട് ചെയ്തിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തോളിയും. അപ്പോൾ നമ്മൾ ആദ്യം ഇത് കറി വയ്ക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു നമ്മൾ മീനൊക്കെ ഒന്ന് മുറിച്ചത് കേട്ടോ. പിന്നീടാണ് പ്ലാനിങ് ഒക്കെ മാറിയത്. പിന്നെ അടുത്തത് പറഞ്ഞാൽ 2 പഴുത്ത തക്കാളിയാണ്. നല്ല വലിയ തക്കാളി നോക്കിയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ 1.5 കിലോ ബസ്മതി റൈസാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവാണ് ഈ കാണിക്കുന്നതൊക്കെ. അതിനുശേഷം ഞാനിത് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് മൂത്ത് പോകരുത്. നമ്മൾ മീൻ പൊരിച്ചെടുക്കുമ്പോൾ ഒരു ഹാഫ് വേവായിരിക്കണം കേട്ടോ. പിന്നെ ബാക്കി നമ്മുടെ മസാലയിൽ കിടന്നിട്ട് അത് വെന്തോളും. അപ്പോൾ മീനൊക്കെ ഒന്ന് ചെറിയ വേവിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ മെല്ലെയാണ് കേട്ടോ ഒന്ന് മറിച്ചിട്ടിരിക്കുന്നത്. കാരണം ചെറുതായി മുറിച്ചത് കൊണ്ട് തന്നെ ഒന്ന് പൊടിഞ്ഞു പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മസാല പോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കണം. മീൻ ബിരിയാണിക്ക് ഇങ്ങനെ ഒരു മസാല തയ്യാറാക്കിയാൽ അടിപൊളിയായിരിക്കും കേട്ടോ, അങ്ങനെ ഒരു ട്രിക്ക് കൂടെ ചെയ്താൽ. അപ്പോൾ ഞാൻ സബോളയും പച്ചമുളകും അതെല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായിട്ട്, അപ്പോൾ അത് ആദ്യം ഇടാൻ മറന്നുപോയതാണ്. അതും കൂടെ ഞാൻ അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ നടുവിൽ ഉള്ളിയൊക്കെ മാറ്റിയിട്ട് ആ നടുവിൽ ഇട്ട് കൊടുക്കുമ്പോൾ ആ എണ്ണയിൽ തന്നെ അതൊന്ന് ഫ്രൈ ചെയ്ത് വന്നോളും കേട്ടോ. അതിനുശേഷം അരച്ച് വെച്ച തക്കാളി ഉണ്ട്, 2 തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4 സബോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 4 സബോള, 4 പച്ചമുളക്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ കൈക്ക് ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടുത്തത് ഇട്ട് കൊടുത്തത് ക്യാപ്സിക്കമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്യാപ്സിക്കം ഇട്ടാലും അടിപൊളിയായിരിക്കും കേട്ടോ ബിരിയാണിയിൽ. പിന്നെ കുറച്ച് ക്യാരറ്റും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ചെറുനാരങ്ങ നീരാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള തൈരായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. കുറച്ച് പൊരിച്ച മീനെടുത്തിട്ട് കയ്യിലിട്ട് നല്ലപോലെ പൊടിച്ചിട്ട് അത് ഈ മസാലയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ശരിക്കും നല്ലൊരു മീൻ ബിരിയാണീൻ്റെ മണം, ശരിക്കും ഒരു പ്രത്യേക രുചിയായിട്ടുണ്ടാവും കേട്ടോ. നല്ല അടിപൊളിയായിരിക്കും, നല്ലൊരു പ്രത്യേക മണം ഉണ്ടാകും. അപ്പോൾ ഇതേപോലെ ഒരു മീൻ ബിരിയാണി നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. നമ്മൾ ഏത് മീനാണ് ബിരിയാണിയിലിടുന്നത് ആ മീൻ തന്നെ കുറച്ച് നല്ലപോലെ പൊടിച്ചിട്ട് ആ മസാലയിൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ബിരിയാണീൻ്റെ മണമൊക്കെ ശരിക്കും അങ്ങോട്ട് കിട്ടിക്കോളും. എന്നിട്ട് കുറച്ച് മീൻ അതിൻ്റെ മീതെ ഞാൻ വെച്ച് കൊടുത്തു. ബാക്കി കുറച്ച് മീൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് അപ്പുറത്ത് ഗ്യാസിൽ ഞാൻ അരി വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഊറ്റിയെടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കായും മല്ലിയിലയും പുതിനയിലയും കുറച്ച് ക്യാപ്സിക്കും ക്യാരറ്റും അതുപോലെ 2 സ്പൂണോളം ഓയിലിട്ട് സൺഫ്ലവർ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് വെള്ളം നല്ലപോലെ തിളപ്പിച്ച് ഈ ബസ്മതി അരി കഴുകി അതിലിടുകയാണ്. അപ്പോൾ ഉപ്പ് നമ്മൾ ഇടുമ്പോൾ ചോറിന് കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം കേട്ടോ. വെള്ളം എടുത്ത് നാക്കിൽ വെച്ച് നോക്കുമ്പോൾ ഉപ്പ് നല്ല ചുടുക്കന ഒരു മുന്നിട്ട് നിൽക്കണം. അപ്പോഴേ ആ ചോറിലേക്ക് ഉപ്പ് കറക്റ്റായി കിട്ടുള്ളൂ. എന്നിട്ട് അതൊരു പകുതി വേവ്, 3/4 ഭാഗം കേട്ടോ, പകുതിയല്ല, ഒരു ബസ്മതി അരി ആയതുകൊണ്ട് തന്നെ ഒരു 3/4 ഭാഗം വേവ് ആയതും ഞാനിതങ്ങനെ ഊറ്റി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അരിപ്പ പാത്രത്തിൽ അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
എന്നിട്ട് നമ്മൾ ഈ മസാലേൻ്റെ മീതെ ഈ ചോറങ്ങോട്ട് പകുതി ആദ്യം ഇട്ട് കൊടുക്കണം. അപ്പോൾ മീൻ ബിരിയാണി ആദ്യമായിട്ട് വെക്കുന്നവർക്കുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിക്കോളൂ കേട്ടോ, അടിപൊളിയായിരിക്കും. അതിനുശേഷം ക്യാപ്സിക്കം, ക്യാരറ്റ്, മല്ലിയില, പുതിനയില, പിന്നെ കുറച്ച് നെയ്യ് അതെല്ലാം അതിൻ്റെ മീതെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഗരം മസാല പൊടിയും കൂടെ മേലെ തൂക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിവിടെ പൊടിച്ച ഗരം മസാല പൊടിയാണ്. അപ്പോൾ അതും കൂടെ അതിൻ്റെ മേലെ തൂക്കി കൊടുത്ത്, പിന്നെ നേരത്തെ മീൻ പൊരിച്ച് മാറ്റി വെച്ചിരുന്നില്ല, അപ്പോൾ അതിൻ്റെ എണ്ണ കുറച്ചുകൂടി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ അതിൻ്റെ മീതെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ബാക്കി ചോറും കൂടെ അതിൻ്റെ മീതെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതേപോലെ തന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം, മല്ലിയില, പുതിനയില, നെയ്യ്, കുറച്ച് ഗരം മസാലപ്പൊടി അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള മീനും കൂടെ അതിൻ്റെ മേലെ ഇങ്ങനെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ടും ഞാൻ കുറച്ച് മീൻ മാറ്റി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ചോറ് എടുക്കുന്ന നേരം മീനൊക്കെ ഒന്ന് ഉടയാണ്ട് തന്നെ മെല്ലെ കുറച്ചൊക്കെ മാറ്റിയെടുത്തു. ബാക്കിയുള്ള മീനൊക്കെ മസാലയായിട്ട് സെറ്റായിട്ട് അതിലിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അപ്പം ഞാൻ മീതുള്ള ആ ചോറൊക്കെ ആദ്യം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് അടിയിൽ നിന്നുള്ള ചോറുകളെല്ലാം അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടവർക്ക് ആ മസാല ചോറ് ഇതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ വെച്ചിട്ട് അടിപൊളി മീൻ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും. അതിൻ്റെ ടേസ്റ്റിന് നല്ല ടേസ്റ്റാണ്. ആ മസാലയിൽ ആ മീനൊക്കെ പിടിച്ചത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്.